ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം, VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TV ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് മത്സരാർത്ഥികളുടെ അടുത്തേക്കൊന്ന് പോവാം. സ്കൂളിൽ നിന്നാ? കോളേജാണോ? കണ്ടാ പറയത്തില്ല കൊച്ചുകുട്ടികൾ. ഏത് കോളേജാ? എന്താ? നിറമൺകര NSS. ഓക്കെ, പേരെന്താ? ഗോപിക. ഗോപിക. സ്ഥലം എവിടെ? നെടുമങ്ങാട്. രമ്യ നെടുമങ്ങാട്. ദീപിക പറന്നോട്. അശ്വിനി വള്ളക്കടവ്. ദേവിക തിരുമല. അർച്ചന നെടുമങ്ങാട്. ലീന അരുവിക്കൽ. അശ്വിനി വള്ളക്കടവ്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് വരുന്നു ആലോചിച്ചാ പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ആൻസർ തരണം. ഓക്കെ, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഈ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി. അപ്പോൾ റെഡിയാണെന്നൊന്ന് പറയോ? ഇതെന്തോന്നടെ, ഇച്ചിരി കൂടെ ഉറക്കെ പറയടേ. റെഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണ്. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, തെറ്റിനെ കാണിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? പെട്ടെന്ന് പറഞ്ഞു. തെറ്റിന് X കറക്റ്റ് ആൻസർ ആണ്. എന്തൊരു കയ്യടി! ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെ കൈയടിക്കുന്നു. എന്താ പേര്? ദീപിക. ദീപിക. അപ്പോൾ ദീപികയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഇനി നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അന്നേരം അച്ഛനൊന്ന് കൈയടിക്കാത്ത. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഒരു ദിവസം എത്ര തവണ ഷേവ് ചെയ്താലും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ താടിയും മീശയും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? ഒരു ദിവസം എത്ര പ്രാവശ്യം ഷേവ് ചെയ്താലും വീട്ടിൽ വരുമ്പോൾ താടിയും മീശയും കാണും. ആർക്കാണ്? അതാർക്കാണ്? അങ്ങനെയുള്ളവരുണ്ട്. ക്ലൂ തന്നാ ശരിയാവത്തില്ല. കഴിക്കുന്ന സാധനമൊന്നുമല്ല, മനുഷ്യവർഗത്തിൽ വിടുന്ന ഒരാളാ. കുറയുന്നല്ല, കുറങ്ങ ഷേവ്. ആരാ പറയൂ? അറിഞ്ഞൂടാ. ക്ലൂ, പുരുഷന്മാർ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്. ബാർബർ ഷോപ്പാ. അവിടുത്തെ ആരാ? ബാർബർ. ബാർബർ കറക്റ്റ് ആൻസർ. ഇവിടെ ഒരാളെ പറഞ്ഞു തുടങ്ങി ദീപിക കൊണ്ടുപോകുന്നു. എന്ത് കൊണ്ടുപോകുന്ന പറഞ്ഞു? എന്ത് കൊണ്ടുപോകുന്ന? പ്രൈസ്. കണ്ണു വിട്ട് കൊച്ചിനെ, പാവം. അപ്പോൾ ദീപിക 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇനി ആര് കയറി വരുമെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഇറച്ചി ചേർക്കാത്ത മന്തി ഏത്? കുഴിമന്തിന് ചിക്കൻ ഉണ്ട്, ഇറച്ചി ചേരാത്ത മന്തി. ദീപിക ഭയങ്കര ആലോചനയാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഹോട്ടലിലൊക്കെ കിട്ടുമെങ്കിലും കൂടുതലും വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. എന്താ പേര്? അർച്ചന. അർച്ചന. അപ്പോൾ അർച്ചന ആദ്യം കുഴിമന്തി എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ചമ്മന്തിയിലേക്ക് എത്തി, ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ദീപികയ്ക്ക് ഒരു നാള് വന്ന് പേടിയില്ലല്ലേ? അവള് കൊണ്ടുപോകുന്നു. എന്താ പേര്? രമ്യ. അർച്ചന ഒന്ന് കൊണ്ടുപോകെങ്കിൽ രമ്യക്ക് സൂപ്പർ ആയിരിക്കും. നിന്റെ കണ്ണുവിടൽ കാരണമാണ് എന്റെ സമ്മാനം പോയതെന്ന് പറയും ദീപിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരു കിളിയുണ്ട്. ആ കിളിയുടെ പേരെന്താണ്? ഇവിടെ എല്ലാ കിളികളുടെ പേരുകളും പറയുകയാണ്. ഗുണ്ടാ ലിസ്റ്റിലുള്ള കിളി ഏതാണ്? മൈന അല്ല. മൈനയെ കണ്ട ഒരു ഗുണ്ടേര ലുക്ക് ഉണ്ടല്ലേ? അല്ല. ആ ആൻസറിൽ കിളി എന്ന് വരണുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ 2 അക്ഷരവും കൂടെ ചേർത്താൽ മതി. വെട്ടുകിളി. പേരെന്താ? ഗോപിക. ഗോപിക. അപ്പോൾ ഗോപികയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. അതെന്താ ഗോപിക ആൻസർ പറഞ്ഞപ്പോ നിങ്ങളാരും ക്ലാപ്പ് ചെയ്യാത്തത്? മറന്നുപോയാ?
പോട്ടെ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂസുകൾ കൂടുതലുള്ള രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. കറക്റ്റ് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്കിലും ദീപിക ആൻസർ പറഞ്ഞു. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ് ദീപിക. ഇനി 1, 2, 3 സ്റ്റാർട്ട്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാം ഞാൻ, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യില് നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ച്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാടിയ പാട്ടാണ് കാക്കേ കൂടെ ഇവിടെ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടിപൊളിയായിരുന്നു കേട്ടോ, നിങ്ങൾ പാപ്പടിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ അടിക്കണം. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? അല്ല. അമ്മയോ? അമ്മ ഒന്നും കഴിക്കാറില്ല. സ്പൂണ്. സ്പൂണിന് ആൻസർ കൊടുക്കാം, കുഴപ്പമില്ല. തവിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഗോപികയ്ക്ക് 2 പോയിന്റ് കിട്ടി. ഇവിടെ ദീപികയ്ക്ക്, ദീപികയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു ആൻസറും കൂടി പറഞ്ഞു ഗോപിക ഇഞ്ചോടിഞ്ച് എത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ച് കേട്ടാലേ എൻ്റെ ആൻസർ പറയാൻ പറ്റൂ. ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശ ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്ത്? മസാല ദോശ കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി ഓർഡർ കൊടുത്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്ത്? ഒരു ദോശ ഓർഡർ ചെയ്തോളൂ. അല്ല, ക്വസ്റ്റ്യന് തന്നെ ഉണ്ട് ആൻസർ, ഇതേ പറയാൻ പറ്റൂ. ഇനിയിപ്പോ അതിന് ശ്രദ്ധിച്ചു പിടിക്കാനുള്ള പരിപാടിയാ. 4 കൂട്ടുകാർ ഹോട്ടലിൽ കയറി മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തു, പക്ഷെ എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്ത്? 4 പേരെ കയറിയുള്ളൂ. 4 പേരെ ഉള്ളായിരുന്നു, അതല്ല ആൻസർ. അതെന്തായിരിക്കും? ടൈം ഔട്ടായി. എല്ലാവർക്കും കിട്ടിയില്ല. അത്രയും ഞങ്ങൾ വളർന്നില്ല അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രസകരമായി നിങ്ങൾക്ക് വേണ്ടി തന്നെ റെഡിയാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 8ാമത്തെ ചോദ്യം, ഫിഷ് ടാങ്കിൽ ഒരു മീൻ ചത്തപ്പോൾ ടാങ്കിലെ വെള്ളം കൂടി, കാരണം എന്ത്? രസകരമായ അല്ല, രസകരമായ ആൻസറുകൾ വേണം എനിക്ക് കിട്ടാൻ. അർച്ചന, ഒരു മീൻ ചത്തു, അപ്പോൾ ആ ടാങ്കിലെ വെള്ളം അങ്ങ് കൂടി, കാരണം എന്ത്? ടാങ്കിലെ വെള്ളം കൂടാനുണ്ടായ കാരണം. രസകരമായ ആൻസർ പോരട്ടെ. വേറെ മീനിനെ കൊണ്ടിട്ട് അല്ല. കിട്ടുന്നില്ല, അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും തലയിലില്ല, അറിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? ആ മീൻ ചാവുമ്പോ എന്തായാലും അടുത്തുള്ള മീനുകൾ കരയുമല്ലോ, അവര് കരഞ്ഞു വെള്ളം കൂടി. എന്റെ പൊന്നെ, ഇതെന്തൊരു ആൻസർ അർച്ചന പറയുന്നത്. അല്ല, ഒരു മീൻ ചത്തു. ഓ, അതിൽ ഒരു മീൻ ഉള്ളതായിട്ടാണ് ചിന്തിച്ചത്. യെസ്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്ത്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. ഇരുട്ടല്ല. രാത്രി. അതെങ്ങനെ കാണും? പറഞ്ഞോളൂ, ചിലപ്പോ മണ്ടത്തരമായിരിക്കും ആൻസർ. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവനും കാണാൻ പറ്റുന്നത് എന്താണ്? കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും കാണാൻ പറ്റുന്നത് എന്താ? കണ്ണ്. എന്താ പേര്? ദേവികയുടെ ആൻസർ ആണ് കണ്ണ്. ഇല്ല, ആൻസർ അതല്ല. അല്ല, കുട്ടി അന്തം വിട്ടു.
ടൈം ഔട്ടായി. സ്വപ്നം. തോന്നിയല്ലോ. രമ്യ പറയുന്നേട്ടോ. അയ്യോ അയ്യോ നമ്മൾ എന്തൊരു കണ്ടു. അടിപൊളി. ഇനി വേറെ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒട്ടുമില്ല. ദേവിക്ക് എങ്ങനെയെങ്കിലും ഇന്നങ്ങ് പോയാൽ മതിയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ല അടിപൊളി രസകരമായ ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ ഓഫീസിൽ നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെച്ചത് എന്തിനാണ്? മിണ്ടാതിരിക്കാൻ അല്ല. അറിയത്തില്ല. കുസൃതി ചോദ്യമല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ആൻസർ പോരട്ടെ. സർക്കാർ ഓഫീസിൽ നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെച്ചത് എന്തിന്? പത്താമത്തെ ക്വസ്റ്റ്യൻ. അവസാന ക്വസ്റ്റ്യൻ. അതിൽ ക്ലൂ ഒന്നും ആൻസർ ആയി പോകും, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. സർക്കാർ ജോലിയും പ്രൈവറ്റ് ജോലിയും തമ്മിലുള്ള ഡിഫറൻസ് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. എന്താണ് അവിടെ നടക്കുന്നത്? എന്താ? സർക്കാർ ഓഫീസിൽ നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെച്ചത് എന്തിന്? ജോലി നടക്കാതെ അവിടെ എന്താ നടക്കുന്നത് സാധാരണ? സംസാരമല്ല, വേറൊരു കാര്യം കൂടെ നടക്കും. ഉറക്കം. അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിരിക്കും. ഉറക്കം കറക്റ്റ് ആൻസർ ആണ്. അവരുടെ ഉറക്കത്തിൽ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉറക്കം പറഞ്ഞ കുട്ടിക്ക് എന്തായാലും പോയിന്റ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ രമ്യക്ക് 2 പോയിന്റ് കൊടുക്കാം. അയ്യോ രമ്യ ആദ്യം ഗോപികയാണ് 2 പറഞ്ഞേക്കുന്നത്. അപ്പോൾ രമ്യക്ക് 1 പോയിന്റ് കൊടുക്കാം. അപ്പൊ രമ്യക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കി. ലാസ്റ്റ് പറഞ്ഞതല്ലേ, പാവം ലാസ്റ്റ് ആയിപ്പോയി ഉണർന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? അല്ല ഗോപിക. അപ്പോൾ ആരാ? ദീപിക. അപ്പൊ സമ്മാനം വേണ്ടേ ദീപിക? കിട്ടിയാ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ച തോലയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? കൊള്ളാം. നല്ല പ്രോഗ്രാം. നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. പല പല പദങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാം. വിജയിയായ ദീപികയ്ക്ക് VMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഒരു സ്നേഹോപകാരം.